ഡിയേഴ്സ്, താരനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല ബലത്തോട് കൂടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടൊരു ഹെയർ സിറം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഹെയർ സിറം വന്നിട്ട് അടിപൊളി റിസൾട്ട് തരുന്ന ഹെയർ സിറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെയർ സിറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാനായിട്ട് മുന്നേറ്റ് നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 2 ഐറ്റം മാത്രം മതി കേട്ടോ. ഒന്ന് വന്നിട്ട് ഉലുവയാണ്. ഉലുവ നമ്മൾ തലേ ദിവസം തന്നെ കഴുകി വെള്ളത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ്. തുളസി നമ്മൾ നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ചതച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ നമ്മൾ ചെറിയൊരു ബോട്ടിലേക്ക് ഉള്ളതല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഉലുവയല്ലേ, ഉലുവയുടെ വെള്ളമാണ് വേണ്ടത് കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയുടെ വെള്ളമില്ലേ, ആ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ എന്താ പറയുക തുളസി നീരാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നമ്മൾ ഉലുവ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കണക്കിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതേപോലത്തെ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫേസ് സിറത്തിൻ്റെ ബോട്ടിലാണ്, കാലിക്കുപ്പിയാണ്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലാക്കി വെക്കണതാണ് കേട്ടോ. നിങ്ങളുടെ ഫേസ് സിറത്ത് ഇങ്ങനത്തെ ഒക്കെ ഓരോ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതെടുക്കാം. അത് നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണ പോലെ അങ്ങനെയും യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ ഹെയർ സിറം ഈ ഒരു സിറത്തിൻ്റെ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊന്നും കൂടി ഇഷ്ടം ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ താരനും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് റിമൂവ് ആകാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തുളസിയും നമ്മുടെ ഉലുവയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തന്നെ നമ്മുടെ ഹെയറിന് അത്രയും നല്ല റിസൾട്ട് തരുന്ന 2 ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മളുടെ താരം പോകാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചൽ മാറാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടും മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ വേണ്ടിയിട്ടും അങ്ങനെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അടിപൊളി റിസൾട്ട് തരുന്ന 2 ഐറ്റമാണ് നമ്മളുടെ തുളസിയും അതേപോലെ തന്നെ ഉലുവയും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഹെയർ വന്നത് എന്നുള്ളത്. ഞാനിത് വെറുതെ വന്ന് ഇടുന്നതല്ല കേട്ടോ. എനിക്ക് ഹെയർ ഉണ്ട്, പക്ഷേ എനിക്ക് ഹെയറിന് പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവണ പോലെ തന്നെ പല ഇഷ്യൂസും എൻ്റെ ഹെയറിന് ഉണ്ടായിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, താരന് ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ മുടി പൊട്ടി പോകുന്നത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ റിമൂവ് ആക്കിയത് ഇങ്ങനെ കുറേ പാക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോൾ ഇതേപോലെ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് വന്നിട്ടൊരു വെള്ളത്തിൻ്റെ രൂപത്തിലല്ലേ, അത് കണ്ടിട്ട് നമ്മുടെ ഹെയറിൽ അത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. എന്നിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ കെട്ടി വെച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക കേട്ടോ ചെയ്യുന്നത്. രാത്രി കിടക്കേണ്ട മുന്നെയാണ് ഞാൻ ഇടാറ്. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഹെയറിൽ ഇട്ടെന്നേ തോന്നില്ല കേട്ടോ. അപ്പോൾ എന്നും ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ സെറം വന്നിട്ട് നമുക്കൊരു 3 ദിവസമൊക്കെ കേടുവരാതിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് ആയിരിക്കും. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ഫാമിലിയിൽ കൂടിക്കൊള്ളുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.